ഹലോ ഹായ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മുടെ ദോശപ്പൊടിയാണ് കേട്ടോ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു വെറൈറ്റി ദോശപ്പൊടിയല്ല, ഒരു നാടൻ ദോശപ്പൊടി. പണ്ട് കാലത്ത് എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തരം പൊടിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യത്തിന് ഉഴുന്നെടുക്കുക. ആ ഉഴുന്നിൻ്റെ ഒരു 1/4 ഭാഗം അരി എടുക്കുക. അത് ചമ്പാവരി ആവാം, ചാക്കരി ആവാം, എന്തരി വേണമെങ്കിലും ആവാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല പവിഴം പൊടിയുടെ ചമ്പാവരിയാണ്. പിന്നെ ഉഴുന്നിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഉഴുന്നിൻ്റെ ഒരു 1/4 ഭാഗം അരി മതി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക. എത്ര തന്നെ വെളുത്തുള്ളി കൂടിയാലും വലിയ പ്രശ്നമില്ല. ഒരുപാടൊന്നും ഓവറാവരുത്. അത്യാവശ്യം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. ഇതിനേക്കാളും കുറച്ചും കൂടി എടുത്താലും കുഴപ്പമില്ല. ഞാനൊരു 3 കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. തോടൊന്നും കളയണ്ട. പക്ഷേ ഇറുത്ത് ഇറക്കി വെച്ചേക്കണം എൻ്റെ മെയിൻ തോട് കളഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ നല്ലവണ്ണം വറുത്തെടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഇടാനുള്ള പൊടിവർഗ്ഗങ്ങളെന്ന് പറയുമ്പം മല്ലിപ്പൊടി, മുളക് പൊടി, കായം, ഉപ്പ്, ഇത്രേ വേണ്ട കേട്ടോ. അപ്പോൾ മുഴുവൻ കായം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം കായം ഒന്ന് പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കിടന്ന് കായം മൂത്തോളും. എന്നിട്ട് ഈ പൊടിയും കൂടെ ഇട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ പോകും. ഇത് തനി നാടനാണ് കേട്ടോ. ഇതിൽ ഇപ്പോൾ ആൾക്കാർ പലതരം സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഞാനിതൊന്നും തന്നെ ചേർക്കുന്നില്ല. കുരുമുളക് ചേർക്കുന്നവർ, കറിവേപ്പില ചേർക്കുന്നവരുണ്ട്, ചമ്മന്തി പൊടിക്ക് ചേർക്കുന്ന പോലെ എല്ലാം ചേർക്കും. പക്ഷേ അത് നമുക്ക് ദോശയ്ക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പഴയ നാടൻ മുളക് പൊടി തിന്നണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും, മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പത്ത് പാത്രം വയ്ക്കാം. പാത്രം നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇത് എണ്ണ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എങ്കിൽ എത്ര നാൾ വേണോ ഇരിക്കും. ഒത്തിരി കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ പാത്രം ചൂടാകുമ്പോൾ ഇതെല്ലാം കൂടി ഞാനിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനും ഒരുമിച്ചിട്ട് കേട്ടോ. കായം ഉണ്ടായിരുന്നെങ്കിൽ കട്ടിക്കായമാണെങ്കിൽ അത് കൂടെ നമുക്ക് ഇടാമായിരുന്നു. ഇനി ഇങ്ങനെ നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഇങ്ങനെ നല്ലവണ്ണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടൻ ദോശപ്പൊടി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി മൂത്ത് വരണം. നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നതല്ല. അപ്പോൾ തീ ശ്രദ്ധിച്ചോളുക. അതനുസരിച്ച് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. വെളുത്തുള്ളി എല്ലാം പൊട്ടിത്തെറിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചോളുക. ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് ഈ ഉഴുന്നും അരിയും വെളുത്തുള്ളിയും ഒക്കെ തന്നെ പൊട്ടിത്തെറിക്കും കേട്ടോ. നല്ലോണം മൂത്ത് വരട്ടെ. കുറച്ചുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ദോശപ്പൊടി ഇങ്ങനെ ഇളക്കി അതേതാ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത്രയും മൂത്തത് മതി. ഇനി മൂത്താൽ നമുക്ക് പണി കഴിഞ്ഞു പോകും കേട്ടോ. ഉഴുന്നും മരിയും വെളുത്തുള്ളിയും എല്ലാം തന്നെ നല്ലോണം മൂത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു കട്ടിക്കായമാണെങ്കിൽ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിടുന്നത് പൊടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പൊടിക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. ഇനി ഇതിൽ നമുക്ക് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം. എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. മുളക് പൊടി നമുക്കിവിടെ അത്രത്തോളം എരി വേണ്ട. അതാണ് ഇത്രയും കുറച്ചത്. അതിൽ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേക്കൊന്ന് തണുത്തിട്ട് പൊടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം കണ്ടോ ഗായ്സ്, നമ്മുടെ നാടൻ റെസിപ്പിയായ ദോശപ്പൊടി റെഡി. മല പോലെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? നമുക്ക് കുറച്ച് അരിയും കൂടെ ഇടുമ്പോൾ ക്വാണ്ടിറ്റിയിലും കൂടുതൽ കാണും, ടേസ്റ്റിലും വ്യത്യാസം വരും. പിന്നെ പണ്ടുള്ളവരെല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ പല തരത്തിൽ പല രീതിയിൽ ആൾക്കാർ ഇടാറുണ്ട്. ഇതിൽ കറിവേപ്പില ഇടുന്നവരുണ്ട്, കുരുമുളക് ഇടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റാണ്. ഇതിനെ ഇനി നമ്മൾ എണ്ണയും കൂടി ഒഴിച്ച് കുഴച്ച് ദോശയിൽ മുക്കി അങ്ങോട്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുന്നറിയോ? ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ വളരെ നല്ലൊരു ഐറ്റമാണ്.
ഇതിങ്ങനെ എണ്ണ ഒഴിക്കാതെ വറുത്ത് പൊടിച്ചു വെച്ചിരുന്നാൽ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. കണ്ടോ, ഒട്ടും എണ്ണമയമില്ല. നമ്മൾ എണ്ണയില്ലാതെ നല്ല മഷ് പോലെ പൊടിയുണ്ട കേട്ടോ. കുറച്ച് തരിതരിപ്പ് വേണം. ആ വെളുത്തുള്ളി മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പും കായവും നമ്മൾ പൊടി ആയതുകൊണ്ട് ഇതിലിട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കതിനെ കുഴച്ചുകൊണ്ടുവന്ന് കാണിച്ചിട്ടേ. അപ്പോൾ അതാ നമുക്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വേറെ ഐറ്റങ്ങളൊക്കെ ഇടുമോ, ഇത്തിരി കൂടുതൽ എണ്ണ ഒഴിക്കുമോ, ഇച്ചിരിയും കൂടെ ഒഴിക്കാൻ തോന്നുന്നു അല്ലേ. കണ്ടോ, ഇതാണ് നമ്മുടെ ഇഡലി ദോശ പൊടി. വെരി ടേസ്റ്റാണ്. ചൂട് ദോശ ഇവിടെ കൂടെ ചുട്ട് ഇങ്ങനെ ദോശ തോട്ട് വെച്ച് ആവശ്യത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി ചട്നിയും കൂടെ ഉണ്ട്, അതും കൂടി ഇങ്ങോട്ട് വെച്ച് ആദ്യം നമ്മളിങ്ങനെ ദോശ ഇങ്ങോട്ട് മുറിച്ച് ഇങ്ങനെ കഴിച്ച് ഉണ്ടോ. കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ ഞാൻ തന്നെ കഴിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക, ഇതുപോലെ എടുക്കുക. അതിനുമ്പോൾ ഞാൻ പൊടിയുടെ ടേസ്റ്റ് വന്നില്ല. നല്ല അടിപൊളി സെറ്റ്. എരിയും ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റും വെളുത്തുള്ളി എല്ലാം കറക്റ്റിന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നും തന്നെ കൂടുതലോ കുറവില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വളരെ നല്ലൊരു ഐറ്റമാണ്, ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ബൈ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.